ഞാൻ കുട്ടിക്കാലത്ത് പഠിച്ചത് വഞ്ചൂർ ഗവൺമെൻറ് സ്കൂളിലാണ്. 3:30 ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ ഒരു 5 മണിയോടുകൂടി വീട്ടിലെത്തിയേക്കണം. 5 മണി വരെ നമുക്ക് സ്കൂൾ മൈതാനത്ത് കളിക്കാം. ഒരു ദിവസം ഞാൻ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പഠിക്കുകയാണ്. ഞാനിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട്. അപ്പോഴാണ് കുറച്ച് ചേട്ടന്മാർ വന്നു. അപ്പോൾ പോകാനുള്ള സമയമായി, 5 മണി ആവാറായി. അപ്പോൾ ചേട്ടന്മാർ പറഞ്ഞു, നമുക്ക് കാര്യം ചെയ്യാം, നമുക്ക് വട്ടത്തിൽ ഇരുന്ന് സംസാരിച്ചിട്ട് പോയാലോ എന്ന് ചോദിച്ചു. നമ്മൾ എന്തായാലും പറ്റൂല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചേട്ടന്മാർ വട്ടത്തിൽ ഇരുത്തിച്ചു. അവരെന്തൊക്കെയോ പറഞ്ഞു, ശ്ലോകങ്ങൾ ചൊല്ലിയതാണെന്ന് തോന്നുന്നു, എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല അത്. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ 5:45. അമ്മ ഭയങ്കര ദേഷ്യത്തിലാണ്. നീ എന്താ വൈകിയത്? അപ്പോൾ ഞാൻ പറഞ്ഞു, കുറച്ച് ചേട്ടന്മാർ വന്നിരുന്നു, എന്തൊക്കെയോ സംസാരിച്ചു. ഏത് ചേട്ടന്മാരെന്ന് ചോദിച്ചു. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ മുമ്പ് കണ്ടിട്ടില്ല, പക്ഷെ എല്ലാം കാക്ക നിൽക്കറാണ് ഇട്ടിരുന്നതെന്ന് ഞാൻ പറഞ്ഞു. അമ്മയുടെ മുഖം ഒന്ന് മാറി. പിന്നെ ഒറ്റ അടിയാണ് എൻ്റെ കവറിൽ. എന്നിട്ട് അമ്മ പറഞ്ഞ 2 കാര്യങ്ങൾ എൻ്റെ ജീവിതകാലത്ത് ഞാൻ മറക്കില്ല. മതത്തിൻ്റെ പേരിൽ മനുഷ്യരെ കൊല്ലാൻ നടക്കുന്നവന്മാരാണ്, അതൊരു കാര്യം. രണ്ടാമത് എൻ്റെ അമ്മ പറഞ്ഞത് ഗാന്ധിയെ കൊന്നവന്മാരാണ്, അവന്മാരുമായിട്ട് ഒരു കൂട്ടും വേണ്ട. ഞാൻ ആലോചിക്കാറുണ്ട്, ദൈവഭക്തയാണ്, എല്ലാ ദിവസവും കൃഷ്ണൻ കോവിലിൽ പോകും. ഇന്നും ഈ അമ്മയ്ക്ക് എങ്ങനെയാണ് ഇതിങ്ങനെ പറയാൻ പറ്റിയത് എന്ന് പറയുന്നത്? അമ്മയ്ക്കൊരു ചരിത്രബോധം ഉള്ളതുകൊണ്ടാണ്. ആ ഒരു അടിയിലൂടെ അമ്മ ആ ബോധ്യം എനിക്ക് തന്നിട്ടുണ്ട്. പിന്നീട് എപ്പോഴും ഒരു വർഗീയ കലാപത്തെക്കുറിച്ച് ഞാൻ കേൾക്കുമ്പോഴോ ബാബരി മസ്ജിദ് തകർന്ന ശേഷം ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ച് വായിക്കുമ്പോഴൊക്കെ എനിക്ക് വേദന കവറിൽ ഉണ്ടാവാറുണ്ട്, ഈ അടിയിലെ വേദന. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മൾ അമ്മമാർക്ക് ഇങ്ങനൊരു ചരിത്രബോധം ഉണ്ടായിരുന്നെങ്കിൽ ഈ പുതിയ തലമുറ വർഗീയതയിലേക്ക് കടന്നു പോകുമോ എന്ന് സംശയമാണ്. നമ്മളെപ്പോഴും ചരിത്രബോധത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ക്ലാസ് മുറികളിലെ ചരിത്രബോധത്തെക്കുറിച്ചാണ്. പക്ഷേ നമ്മുടെ വീടുകളിൽ, നമ്മുടെ അടുക്കളകളിൽ, നമ്മുടെ നാൽക്കവലകളിൽ, ചായക്കടകളിലൊക്കെ ചരിത്രം സംസാരിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ അട്ടിമറിച്ച, അതിനെ ഒറ്റുകൊടുത്തവരുടെ ചരിത്രമായി മാറുകയും നമ്മുടെ ചരിത്രം സംസ്കരിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ ചാനലിലൂടെ ഈ ചരിത്രം ക്ലാസ് മുറികളിൽ മാത്രം നിന്നാൽ പോരാ, ഓരോ ആൾക്കാരുടെയും അടുത്തേക്ക് എത്തണം. എന്തായിരുന്നു നമ്മുടെ ഇന്നലകൾ? നമ്മൾ ഏതൊക്കെ പോരാട്ടത്തിലൂടെയാണ് മുമ്പോട്ട് വന്നത്? നമ്മൾ എങ്ങനെയാണ് പരസ്പരം കൊടുത്തും വാങ്ങിയും മുന്നോട്ട് വന്നത്? നമ്മുടെ ഒത്തൊരുമയെ ഇല്ലാതാക്കാൻ ഇവിടെ എല്ലാ കാലത്തും ശക്തികൾ ഉണ്ടായിരുന്നെന്നും ആ ശക്തികളെ വളരാൻ വിടരുതെന്നുമുള്ള ഒരു ബോധ്യം, അത് ഓരോ വീട്ടമ്മയുടെയും, ഓരോ കുട്ടിയുടെയും, ഓരോ തൊഴിലാളിയുടെയും അടുത്ത് എത്തേണ്ടത് ആവശ്യമാണ്. ആ ഒരു പ്രവൃത്തിയാണ് ഞാൻ ചെയ്യുന്നതാണ് എൻ്റെ ഒരു തോന്നൽ. എൻ്റെ അമ്മയുടെ അടി ഇപ്പോഴും എൻ്റെ കവിളിലുണ്ട് കേട്ടോ.